എന്താ ഭർത്താവ് എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കട്ടി എന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കണ്ട. കട്ടി താല്പര്യമില്ലടോ. നീ ഇങ്ങനെയൊക്കെ കാണിക്കും, നീ എന്നൊന്നും എന്നെ അഭിസംബോധന ചെയ്യണ്ട. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. റിയൽസിന് വേണ്ടി ചെയ്താണ്. അപ്പൊ നിങ്ങൾ മാരീഡ് ചെയ്തിട്ടില്ല? ഓൾറെഡി മാരീഡ് ആണ്. എന്താ ഭർത്താവ് എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കട്ടി എന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കണ്ട. സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. അത് എന്നോട് ചോദിച്ചിട്ട് ചോദിക്കണ്ടേ? എനിക്ക് കുറെ പ്രശ്നങ്ങൾ കാണും അതിന്റേതായ. കട്ടി ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നത്. ശ്രീലക്ഷ്മിനെ ആർക്കും അങ്ങനെ ക്ലിയർ ആൻഡ് കട്ടായിട്ട് അറിയണമെന്നൊന്നുമില്ല. പക്ഷെ അലിൻ ജോസ് പെരേര വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ അലിൻ ജോസ് പെരേര വിവാഹം നിങ്ങൾക്കൊരു നാണം തോന്നില്ലേ? നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. താങ്കൾ ഇപ്പോഴേ ഫൂൾ അല്ലേ അലിൻ ജോസ്? താങ്കൾ വീണ്ടും വീണ്ടും ഫൂൾ ആയിക്കൊണ്ടിരിക്കുവല്ലേ? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. കേരളത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന എല്ലാ മീഡിയകളിലും നിങ്ങൾ വിവാഹിതരായി എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ എന്ത്? കേരളത്തിലെ മലയാളികൾ മുഴുവൻ മണ്ടന്മാരാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതങ്ങനെ വിടാൻ പറ്റും. തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ഇതെന്ത് ഗിമ്മിക്കാണ്? ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിലൂടെ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. സാമാന്യമായ രീതിയിൽ ചോദ്യം ചോദിച്ചു. ചൂടാകുന്നല്ലോ, ഇത് മാന്യമായിട്ടുള്ള ചോദ്യമാണ്. ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാ. ഞാനിപ്പോ നിങ്ങളെ ദേഷ്യപ്പെടുന്നു, നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു? എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങൾക്ക് ഉപദേശം തരാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ അഭിപ്രായങ്ങൾ ഇവിടെ തുറന്നു പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. 2 കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 1 മൊത്തത്തിലുള്ള നിയന്ത്രണം, 2 നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് 2ഉം ഞാൻ ചെയ്യും. ഞങ്ങളുടെ അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതാണ്, എന്റെ അഭിപ്രായം എന്റേതാണ്. അപ്പൊ എന്റെ അഭിപ്രായം നിങ്ങളുടേതാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കും. അമ്പലത്തിൽ കാണിച്ചത് ശുദ്ധ പോക്രിത്തരം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നല്ലതാണോ ഒരു പെണ്ണിനെ മുന്നിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുന്നത് നല്ലതാണോ? എന്നെ നോയിച്ചാണ്ടല്ലോ. ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞ എന്ത് പോക്രിത്തരോ? അത് എന്റെ നാട്ടിൽ വലിയൊരു തെറിയാണ്. അതൊരു പുതിയ അറിവാണല്ലോ. പോക്രിത്തരോ എന്ന് പറയുന്നത് തെറിയാണോ? എന്റെ നാട്ടിൽ അത് വലിയ തെറിയാ. ഡിക്ഷണറിയിലുള്ളൊരു വാക്കല്ലേ? എനിക്കറിയത്തില്ല. അല്ല, നിങ്ങളോട് സ്വാഭാവികമായിട്ട് ഞാൻ വിളിച്ചിരുത്തിട്ട് എന്ത് അപമര്യാദയായിട്ടുള്ള പോക്രിത്തരോ? ഈ പോക്രിത്തരം ഒന്ന് പോവാടാമരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. കുണുകുണാന്ന് പറഞ്ഞല്ലോ. കൂട്ടുകാർ പറ്റോ എന്നൊരു കാര്യം പറയാം. താങ്കൾ പറയുന്നത് ഞാൻ പറയാം. വേണ്ടെന്ന് വിചാരിക്കുമ്പോ എവരൊക്കെ തലേക്കറി. താങ്കൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? നീ ഇങ്ങനെയൊക്കെ കാണിക്കും, നീ എന്നൊന്നും എന്നെ അഭിസംബോധന ചെയ്യണ്ട. സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരെന്നൊന്നും ഞാൻ നോക്കൂല. ലേഡിയോട് എന്താ ചോദിച്ചത്? താങ്കളോട് നിൽക്കൂ. താങ്കൾക്ക് ചോദ്യം ആ മയക്കെങ്കിലും തന്നിട്ട് പോവോ? കള്ളത്തരം കാണിച്ചാൽ കള്ളത്തരം തന്നെ പറയും. പിന്നെ കള്ളത്തരമല്ലേ? താങ്കൾ വിവാഹം കഴിച്ചു എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞിട്ട് താങ്കൾ കാണിച്ചോ കള്ളത്തരമല്ലേ? എന്ത് ചെയ്യാനാ ലോറൻസ്? അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ല.